ഗൗട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ ആർത്രൈറ്റിസ്, യൂറിക് ആസിഡ് കാരണം ഉണ്ടാകുന്ന ഒരു തരം വാദം. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. യൂറിക് ആസിഡ് ബ്ലഡിൽ വളരെയധികം കൂടുമ്പോൾ അത് നമ്മുടെ ജോയിൻസിൽ പോയിട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് രൂപപ്പെടും. ഈ ക്രിസ്റ്റൽസ് അവിടെ ആർത്രൈറ്റിസ്, അതായത് വാദം ഉണ്ടാക്കുകയും നമുക്ക് ശക്തിയായിട്ട് ജോയിൻസിൽ പെയിൻ ഉണ്ടാവുകയും ചെയ്യും. പ്രധാനമായിട്ടും കാലിലെ തള്ളവിരലിൻ്റെ ജോയിൻറ്റിലാണ് ഈ പെയിൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. മറ്റ് ജോയിൻസിലും ഇതുപോലെ തന്നെ വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൗട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ആർത്രൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് തള്ളവിരലിലുണ്ടാകുന്ന ശക്തിയായിട്ടുള്ള വേദനയാണ്. നമ്മളിൽ പലർക്കും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പിന്നീട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിലെ യൂറിക് ആസിഡ് ലെവൽ വളരെയധികം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവാം. ഇതാണ് യൂറിക് ആസിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഗൗട്ട് എന്ന് പറയുന്നത്. യൂറിക് ആസിഡ് വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? യൂറിക് ആസിഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും? ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറ്റാത്തത്? ഏതാണ് യൂറിക് ആസിഡിന് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഗുളികകൾ? അതിലേതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. നമുക്കറിയാം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് വരുന്നതാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് പ്രോട്ടീൻ്റെ മറ്റൊരു ഘടകമായിട്ടുള്ള പ്യൂരിൻസ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് യൂറിക് ആസിഡ് കൂടുന്നത്. രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലുള്ളത് കൊണ്ട് മാത്രം മരുന്നെടുക്കേണ്ട ആവശ്യമില്ല. യൂറിക് ആസിഡ് കാരണം ജോയിൻറ്റ്സ് പെയിനോ ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ട് ഗൗട്ട് ഉണ്ടെങ്കിൽ മാത്രം മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. യൂറിക് ആസിഡ് കൂടാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഒന്ന്, പ്യൂരിൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം. പ്യൂരിൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ഒരുതരം അമിനോ ആസിഡ്സ് ആണ്. എല്ലാ പ്രോട്ടീൻസിലും പ്യൂരിൻസ് കൂടുതലായിട്ട് കാണാൻ സാധ്യതയില്ല, പക്ഷേ ചില പ്രോട്ടീൻസിൽ പ്യൂരിൻസ് വളരെയധികം കൂടുതലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് കൂടും, ഗൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടാനുള്ള മറ്റ് കാരണങ്ങളാണ്. ഒന്ന്, ഷുഗർ കൂടുതലായിട്ട് കഴിക്കുന്നത്, കോള, ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസ് കുടിക്കുന്നത്, അതും ബിയർ കുടിക്കുന്നത് യൂറിക് ആസിഡ് വളരെയധികം കൂട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കുറഞ്ഞ അളവിൽ വെള്ളം കുടിക്കുന്നത്, അതായത് ഡീഹൈഡ്രേഷൻ. പിന്നെയുള്ളത് കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർക്കും യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഒന്ന്, പ്യൂരിൻസ് വളരെയധികം കുറഞ്ഞതായിട്ടുള്ള ഭക്ഷണങ്ങളാണ് യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർ കഴിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടതാണ് പാലും പാലുൽപ്പന്നങ്ങളും. പാലും പാലുൽപ്പന്നങ്ങളായിട്ടുള്ള തൈര്, ഘീ, ചീസൊക്കെ യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, റൈസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓട്സ്, വീറ്റ്, ഇതെല്ലാം മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. യൂറിക് ആസിഡ് ഉള്ളവർക്ക് നട്ട്സ് കഴിക്കാൻ പറ്റുമോ? കാഷ്യൂ നട്ട്സ്, ബദാം, പിസ്ത, പ്രധാനമായിട്ടും കപ്പലണ്ടി, അതായത് കാഷ്യൂ നട്ട്സ്. കാഷ്യൂ നട്ട്സ് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കാരണം അതിൽ പ്യൂരിൻസിൻ്റെ അളവ് കുറവാണ്. ഒരു മോഡറേറ്റ് എമൗണ്ടിലൊക്കെ കാഷ്യൂ നട്ട്സ് കഴിക്കാൻ പറ്റും. കോഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ യൂറിക് ആസിഡ് ഉള്ളവർക്ക് കോഫി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഷുഗർ ഇല്ലാതെ കോഫി കുടിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വരെ അത് സഹായമാകുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇനി യൂറിക് ആസിഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കടല, പരിപ്പ്, ഉഴുന്ന് തുടങ്ങിയ കാര്യങ്ങൾ. യൂറിക് ആസിഡ് ഉള്ളവർക്ക് കടല, ഉഴുന്ന്, പരിപ്പ്, അതായത് ദാൽ, പിന്നെ സോയ, അതുപോലെ തന്നെ ചെറുപയർ, ചുവന്ന ദാൽ, ചുവന്ന പരിപ്പ്, തുവരപ്പരിപ്പ് തുടങ്ങിയവയൊക്കെ സാധാരണ രീതിയിൽ, അതായത് മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കാരണം യൂറിക് ആസിഡ് കൂടാൻ സാധ്യത കുറവാണ്. അതായത് പരിപ്പ് കഴിക്കുന്നതുകൊണ്ട് യൂറിക് ആസിഡ് കൂടുവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. പരിപ്പ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മോഡറേറ്റ് എമൗണ്ടിൽ. സ്ഥിരമായിട്ട് കഴിക്കരുത്. പകരം മറ്റ് പച്ചക്കറി, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നതോടൊപ്പം തന്നെ പരിപ്പ്, കടല ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇതോടൊപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണം. യൂറിക് ആസിഡ് ഉള്ളവർ കഴിക്കാൻ പറ്റാത്ത ഫുഡുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ബീഫ്, മട്ടൺ, പോർക്ക് തുടങ്ങിയ റെഡ് മീറ്റ് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. അതുപോലെ തന്നെ റെഡ് മീറ്റിൻ്റെ ഓർഗൻ മീറ്റ്സ്, ലിവർ, കിഡ്നി, ഹാർട്ട്, ഇതിലൊക്കെ പ്യൂരിൻസ് വളരെയധികം കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ പാർട്സ്, ബീഫിൻ്റെയൊക്കെ പാർട്സ് കഴിക്കുന്നത് ഒഴിവാക്കണം. ചിക്കൻ, തൊലി കളഞ്ഞ ചിക്കൻ ആണെങ്കിൽ മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. സീ ഫുഡായിട്ടുള്ള പ്രോൺസ്, അതായത് ചെമ്മീൻ, പിന്നെ ഞണ്ടൊക്കെ യൂറിക് ആസിഡ് വളരെയധികം കൂട്ടും. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. യൂറിക് ആസിഡ് കൂടുതലുള്ളത്, പ്രത്യേകിച്ച് പ്രവാസികൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട വസ്തുക്കളാണ് മധുരമിട്ടിട്ടുള്ള ജ്യൂസുകൾ. ആഡഡ് ഷുഗർ ഉള്ള ജ്യൂസുകൾ, കോള, ബിയർ. ബിയർ വളരെയധികം യൂറിക് ആസിഡ് കൂട്ടും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ, യൂറിക് ആസിഡ് മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല, ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടും കുറയുന്നില്ല എന്നിട്ട്. അതുകൊണ്ട് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് യൂറിക് ആസിഡ് ഉള്ള രോഗികൾ കഴിക്കാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് കഴിക്കാൻ പറ്റാത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുതലുള്ള എല്ലാ രോഗികളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. കാരണം വെള്ളത്തിലൂടെ, അത് മൂത്രത്തിലൂടെ ആണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിനും പുറത്തേക്ക് പോകുന്നത്. ഇത് പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ ബ്ലഡിൽ കെട്ടിക്കിടന്നിട്ട് യൂറിക് ആസിഡ് കൂടും. കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ യൂറിക് ആസിഡ് കൂടും എന്നാണ് നേരത്തെ പറഞ്ഞത്.
അതോടൊപ്പം തന്നെ ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആയിട്ട് ജോയിന്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് പെയിൻ ഉണ്ടാകുന്നതും ഗൗട്ട് ഉണ്ടാകുന്നതും. യൂറിക് ആസിഡിന് സാധാരണ കൊടുക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഗൾഫിലൊക്കെ അലോപ്യൂരിനോളിന്റെ, അതായത് നോ യൂറിക് എന്ന് പറഞ്ഞിട്ട് 100 മില്ലിഗ്രാമും 300 മില്ലിഗ്രാമുള്ള മരുന്നുകളാണ് നേരത്തെയൊക്കെ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇതിലും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള പുതിയ മരുന്നുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫെബുക്സോസ്റ്റാറ്റ് എന്ന് പറയുന്നത്, അഗൗട്ട് തുടങ്ങിയ മരുന്നുകളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരുവിധം പേഷ്യൻസിനൊക്കെ നോ യൂറിക്, അതായത് അലോപ്യൂരിനോൾ അത് മതി എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പ്രൈസ് കുറവാണ്, സൈഡ് എഫക്റ്റുകൾ കുറവാണ്. പ്രത്യേകിച്ച് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ വേറെ ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ളവർക്ക് ഫെബുക്സോസ്റ്റാറ്റ് ചിലപ്പോൾ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാലും നിങ്ങളുടെ ഡോക്ടർ ഏതാണോ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുകയും ഷുഗർ കുറയ്ക്കുകയും പ്രോട്ടീൻസ്, അതായത് പ്യൂരിൻസ് ഇറങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്ത് നന്നായിട്ട് വെള്ളം കുടിച്ച് വ്യായാമമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്.